സാർ ഞാൻ രാജുവാണ്. അതെ മൈക്ക് എനേബിൾ ആയിട്ടുണ്ട്. അതെ. എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇതിൽ ടെലഗ്രാമില് ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതില് ഞാൻ സാറിന് പേഴ്സണലായിട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഒരു 7:30 ആയപ്പോഴാണ് ഷെയർ ചെയ്തിരുന്നത്. അതുകൊണ്ട് സാർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം, ചെയ്തിട്ട് ഞാൻ അതിന്റെ റിവ്യൂ പറയാം. Sir, are you busy? Perhaps your hectic schedules are haunting you. Or आप तो सोचेंगे, अरे थक गया यार, अब तो कहीं जाना ही पड़ेगा, नहीं तो टूट जाएगा, right? Then come, let us go there. Just click below and you are there. Dear sir, enjoy for your life. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട് സാർ. ഇതില് പറയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. സാറിന്റെ ക്രിറ്റിസിസം ആണ് എനിക്ക് ആവശ്യം. അതെ, ഞാൻ പറഞ്ഞു സാർ, പറഞ്ഞു ഞാൻ പറയാം. അതായത് എനിക്ക് ഈ വീഡിയോ ഇപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഒരു ആഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ കൺവേർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഐ മീൻ ഇത് തന്നെ നമുക്ക് ഒരു ഓൺ പേയ്മെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതോ നമുക്ക് സെപ്പറേറ്റ് ആഡ് തന്നെ ആയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇതിനെ നമുക്ക് അഡ്വർടൈസിംഗ് കൊണ്ടുപോകാം. പക്ഷെ ഒന്ന് രണ്ട് കുഞ്ഞ് ആഡും കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന്, എപ്പോഴും നമ്മളെ ഒരു പിക്ചർ കാണിക്കാനായിട്ടോ കേരള എന്ന വാക്ക് ഉപയോഗിക്കാനായിട്ടോ കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ നോർത്തിലുള്ള ആൾക്കാരും അവരുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയുടെ പേരൊന്നും അവർക്ക് പെട്ടെന്ന് ഇതാവണമെന്നില്ല. പക്ഷെ കേരള അല്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ എവിടെയാണോ സ്ഥലം, ആ ലൊക്കേഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയും കഴിയുമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒന്ന് കാണിച്ചു പോകാൻ പറ്റുവാണെങ്കിൽ കുറച്ച് കാണുന്നതിന് ഭയങ്കരമായിട്ട് ഒരു സെയിൽസ് പവർ ഉണ്ട്, നേരിട്ട് കാണുന്നതിന്, ആ ഒരു സ്ഥലം കാണുന്നതിന്. അപ്പൊ അത് നമ്മൾ പറഞ്ഞ ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആഡില്. ക്ലിക്ക് ബിലോ എന്ന് പറയുന്നത് ഒരു ലിങ്കിന് വേണ്ടിയിട്ടാണ്. അതിലൊരു വീഡിയോ ആണ് അത്. അല്ല സാറേ, എന്താന്ന് വെച്ചാല് മടിയന്മാരാ എല്ലാവരും. താഴെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലിംസ് എങ്കിലും ജസ്റ്റ് പാസ് ചെയ്ത് വിട്ടാൽ ഞാൻ താഴെ കാണും. ജസ്റ്റ് പാസ് ചെയ്ത് വിട്ടാൽ എങ്കിലേ ആൾക്കാർ താഴെ ക്ലിക്ക് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലിക്ക് വരില്ല. നമ്മൾ അകത്തുണ്ട് ജസ്റ്റ് കാണിച്ചിട്ട് നമ്മൾ താഴോട്ട് വിടുകയും ചെറിയൊരു ഐക്കണോ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യാന്നുള്ളതൊക്കെ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്താലാണ് ആ ക്ലിക്ക് റേറ്റ് കൂട്ടാൻ പറ്റുക. അതിനകത്ത് വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. പക്ഷെ നമ്മൾ ഒരു ചെറിയൊരു ഇതെങ്കിലും നമ്മൾ ചിലപ്പോൾ തുടക്കത്തോ അവസാനമോ ഒക്കെ ഒന്ന് കാണിച്ചു പോകണം. വളരെ ചെറിയ സമയം കൊണ്ടാണെങ്കിലും നമ്മൾ ആ പറയുന്ന സംഭവങ്ങളെ നേരിട്ട് കാണുന്നതിന് ഭയങ്കര ഒരു ഫീൽ ഉണ്ട്. കാണിച്ചിട്ട് താഴെ ഇതിനെ തന്നെ സാർ ആഡ് ചെയ്തോ, നന്നായിട്ട് ഇതുണ്ട്, ക്വാളിറ്റി ഉണ്ട്, നന്നായിട്ട് ആഡിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറി വാട്സാപ്പിലേക്ക് എൻക്വയറി എടുക്കാനായിട്ടും അത് നേരെ സെയിൽസിലേക്ക് കൊണ്ടുപോകാനായിട്ടും പറ്റും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. യെസ്, താങ്ക് യു. ഞാൻ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തു സാർ, നോക്കാം. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. ഡോക്ടറോ നേഴ്സോ ആകണമെന്നാണ് ആഗ്രഹം. പക്ഷെ +2 പരീക്ഷ തോറ്റു, പരീക്ഷ എഴുതി അതും തോറ്റു. നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം കേരള +2 തുല്യമായ, CBSEക്ക് തുല്യമായ ഡോക്ടർ, നേഴ്സ് എന്ന് തുടങ്ങി നിങ്ങളുടെ ഏത് സ്വപ്നവും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന NIOSന്റെ +2 വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാം. ഓഫ്ലൈനേക്കാൾ തകർപ്പൻ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ ഹിപ്നോട്ടിക് പഠന രീതിയിലൂടെ കഴിഞ്ഞ 3 വർഷമായിട്ട് സയൻസ് ബാച്ചിലടക്കം 100% വിജയമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ഇതേ സമയത്ത് നിങ്ങൾക്കും ഈ വിജയത്തിൽ പങ്കാളിയാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ ഇപ്പോൾ തന്നെ വിളിക്കുക. ഞങ്ങളുടെ +2 കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഈ അവസരത്തെക്കുറിച്ച് അറിയാത്ത ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോഴും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ സാർ, ഇത് നമ്മുടെ ഫേസ്ബുക്കിലെ പരസ്യത്തിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം സ്ക്വയർ ആയിട്ടുള്ള ടൈപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് കുറച്ചുകൂടെ നമുക്ക് എല്ലാ ലേഔട്ടിലേക്കും പോവുക. അതായത് 1080 എന്ന് പറയുന്ന സ്ക്വയർ ആയിട്ട് ചെയ്താൽ ഫേസ്ബുക്കിൽ കുറച്ചുകൂടെ നമുക്ക് പെർഫോമൻസും എല്ലാ ലേഔട്ടിലേക്കും അത് സ്യൂട്ടബിൾ ആയിരിക്കും. ഓക്കെ.
രണ്ട്, ബാക്കി കണ്ടന്റ് കുഴപ്പമൊന്നുമില്ല, കണ്ടന്റ് നല്ലതാണ്. എഴുത്തുകൾ കഴിയുന്നതും പുറത്ത് നമ്മുടെ ദേഹത്തൊക്കെ വരുന്നതൊക്കെ കുറച്ചുകൂടെ മുകളിലോട്ടും താഴോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു ന്യൂസ് പോലെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അതിനകത്ത് കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇത് തന്നെ നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ ഒരു 3-4 വീഡിയോസ് ചെയ്യണം. ഒരെണ്ണത്തിൽ മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഒരു വീഡിയോ നമ്മൾ ഇത് ചെയ്തു, രണ്ടാമത്തെ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, +2 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങളാണ് വരുന്നത്, അല്ലെ, എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് നഷ്ടമായി പോകുന്നത് എന്ന് പറയുന്ന മറ്റൊരു കണ്ടന്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഒരു 3-4 വീഡിയോ ചെയ്താൽ, എന്നിട്ടാണ് നമ്മൾ ഫണ്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ നമ്മളൊരു 1000 രൂപ ഇട്ടാലും 4 വീഡിയോയും കൂടെ ഇട്ടിട്ടാണ് 1000 രൂപ കൊടുക്കുന്നതെങ്കിൽ അതിൽ പെർഫോം ചെയ്യുന്ന വീഡിയോയിലേക്ക് കൂടുതൽ പൈസ പോവും. മറ്റത് കൺട്രോൾ ചെയ്യാനും പറ്റും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനേക്കാളും ഡിഫറെന്റ് ആയിരിക്കും ചിലപ്പോൾ റിസൾട്ട് വരിക. ഇപ്പൊ നമുക്ക് ക്യാമ്പയിനിങ് 1, ആഡ് സെറ്റ് 1, ആഡ് എന്ന് പറയുന്നത് 4. അപ്പൊ അതിൽ ഏതാണോ പെർഫോം ചെയ്യുന്ന ആൾക്കാർ, വീഡിയോ എന്ന് പറയുന്ന പെർഫോം എന്ന് പറയുന്നത്, നമ്മൾ ഇടുന്ന വീഡിയോ 2 മിനിറ്റ് ആണെങ്കിൽ ആ 2 മിനിറ്റും എല്ലാവരും ഇരിക്കത്തില്ല, കുറച്ചു നേരം കണ്ടിട്ട് പോകുമ്പോൾ റോബോട്ട്സിന് അത് അറിയാം. ആരാണോ അത് കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് ആ വീഡിയോ ആയിരിക്കും കൂടുതൽ ആൾക്കാരിലേക്ക് പോകാം. മറ്റതിനെ പതുക്കെ അതൊന്ന് സൈഡിലോട്ടാക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇല്ലാന്നെങ്കിൽ റോബോട്ടിനെ നമ്മളെ ഇടുന്ന പൈസ അങ്ങ് തീർക്കുക എന്നുള്ളതല്ലാതെ അതിന് ഒന്നും അങ്ങോട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ചെയ്യാൻ പറ്റത്തില്ല. മറ്റത് അത് നോക്കും 30 സെക്കൻഡിൽ ആര് വാച്ച് ചെയ്യുന്നു. ഒന്നിലും നമ്മൾ റിപ്പോർട്ട് കൃത്യമായിട്ട് നോക്കണം. പൂർണ്ണമായിട്ട് 95% ആൾക്കാർ കാണുന്നുണ്ടോ, 25% ആണോ, അങ്ങനെ ഡേറ്റ് നോക്കണം. ഇല്ലെങ്കിൽ ഒരു 4 വീഡിയോ കൊടുത്താൽ റോബോട്ട് ബാക്കി പരിപാടി അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പെർഫോമൻസ് ഏത് വീഡിയോക്കാണോ ഉള്ളത് അതിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കും. ഓക്കെ സർ, താങ്ക് യു. യെസ്, താങ്ക് യു.